പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർക്കായി കുൽഗാമിലെ വനമേഖലയിൽ തിരച്ചിൽ. ആക്രമണത്തിന് പ്രാദേശിക സഹായം ലഭിച്ചോ എന്നതിലും NIA അന്വേഷണം തുടരുന്നു. പാകിസ്ഥാനിലും തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നു. ചാരസംഘടനാ തലവനെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിച്ചു. തുടർച്ചയായ 7ാം ദിവസവും അതിർത്തിയിൽ പാക് പ്രകോപനം തുടരുകയാണ്. കുപ്വാരയിലും ഉറിയിലും ഉൾപ്പെടെ സൈന്യം തിരിച്ചടിക്കുന്നു. ആദിൽ പാലോട് നമുക്കൊപ്പം ചേരുന്നു. ആദിൽ പാലോട്, ഭീകരർക്കായുള്ള തെരച്ചിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ സജീവമായി തന്നെ നടക്കുകയായിരുന്നു. ഇന്നത്തെ സാഹചര്യം എന്താണ്? ഭീകരർക്കായുള്ള തെരച്ചിൽ നടക്കുകയാണ്. വലിയ ഊർജിതമായി തന്നെ വലിയ സന്നാഹമുണ്ട്. പോലീസ്, ജമ്മു കശ്മീർ പോലീസ്, ഒപ്പം കരസേനയുടെയും CRPFന്റെയും നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തുന്നത്. ഞാനിപ്പോൾ ഉള്ളതൊരു പഹൽഗാമിന് സമീപത്ത് തന്നെ അനന്ത്നാഗിലുള്ള ഒരു ഫോറസ്റ്റിന്റെ ഒരു സൈഡിലാണ്. ഈ ഭാഗത്തൊക്കെ വലിയ ഉള്ളിലേക്ക് പോലീസിന്റെ തിരച്ചിൽ, ജമ്മു കാശ്മീർ പോലീസിന്റെയും സൈന്യത്തിന്റെയും ഒക്കെ തിരച്ചിൽ നടക്കുന്നുണ്ട്. അവിടേക്ക് കടക്കാൻ നമുക്ക് പരിമിതിയുണ്ട്. ഇതിന് ഉള്ളിൽ കശ്മീരി ഗ്രാമങ്ങളുണ്ട് എന്നാണ് പരിസരവാസികളോട് ചോദിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇവിടെ ചെമ്മരിയാടുകളെയൊക്കെ കാണാം. ഇവരൊക്കെ ഗ്രാമവാസികൾ വളർത്തുന്ന ആടുകളാണ്. ഇതിനുള്ളിലൊക്കെ ഗ്രാമങ്ങൾ, കശ്മീരി ഗ്രാമങ്ങളിൽ ഭീകരർ വരാനുള്ള സാധ്യത NIA പരിശോധിക്കുന്നുണ്ട്. കരസേനയും മറ്റ് സംവിധാനങ്ങളും പരിശോധിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നത്. ഇവിടുത്തെ ഗ്രാമങ്ങൾക്കുള്ളിൽ ഭക്ഷണം തേടിയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഭീകരർ. അതുകൊണ്ട് തന്നെ പോലീസിന്റെ കനത്ത കാവൽ ഈ ഭാഗങ്ങളിൽ ഉണ്ട്, ഇതിനുള്ളിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഇതിനൊപ്പം തന്നെ NIAയുടെ അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട്. NIAയുടെ അന്വേഷണം പ്രദേശവാസികളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ നടക്കുന്നത്. 15 പ്രദേശവാസികളെ പഹൽഗാം പോലീസ് സ്റ്റേഷനുള്ളിൽ ഇപ്പോൾ ഉണ്ട്. അവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. സിപ്ലൈൻ ഓപ്പറേറ്റർ മുസമ്മിൽ അഹമ്മദ് കുമാർ അടക്കമുള്ള 15 പേർ, അവർ ബൈസരൺ വാലിയിൽ ചെറുകിട കച്ചവടങ്ങൾ നടത്തിയിരുന്നവരടക്കം, പോണികൾ നടത്തിയിരുന്നവർ അടക്കം 15 പേരെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത്. ഏതായാലും തെരച്ചിൽ തുടരുന്നു. ഒപ്പം NIAയുടെ അന്വേഷണവും തുടരുകയാണ്. 3D മാപ്പിംഗ് കൂടി അന്വേഷണത്തിന്റെ ഭാഗമായി നടത്തി എന്ന വിവരം കൂടി പുറത്തു വരുന്നു. സുജയ, കശ്മീരിൽ നിന്നുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടാണ് ആദിൽ പാലോട് നൽകിയത്.